ബസ്സിലെ യാത്രകൾ ഒരു പ്രത്യേക വികാരം തന്നെയാണല്ലേ. കൂടുതലും സൈഡ് സീറ്റ് ഒരു അനുഭവം തന്നെയായിരിക്കും. ഒപ്പം മനസ്സ് മടുക്കാത്ത പാട്ടുകളും കൂടി ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട. ഓർമ്മകളിൽ നിന്നും ഓർമ്മകളിലേക്ക് പോകുന്തോറും യാത്രാ ദൈർഘ്യം കുറയില്ലേ എന്ന അതികഠിനമായ ആഗ്രഹവും. ഒരേ സ്ഥലം തന്നെ നോക്കി നോക്കി മടുത്താലും അതിനുള്ളിലെ ഈണം, രാഗം, പല്ലവി നമ്മളെ ഒന്ന് തണുപ്പിക്കും. ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്, ദൂരെ എവിടേക്കെങ്കിലും ഒരു യാത്ര, തനിച്ചൊരു യാത്ര. അനുഭവത്തിൽ വരുമ്പോൾ കാര്യം നല്ല ബോറാണെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടെങ്കിലും യാത്രയെയും ബസ്സിനെയും അതേപോലെ നമ്മുടെ സൈഡ് സീറ്റിനെയും ഭ്രാന്തമായി ഇഷ്ടപ്പെടുന്ന ആർക്കും അതൊരു മടുപ്പാവില്ല. ബസ്സിലെ യാത്രകൾ പലർക്കും പല അനുഭവങ്ങൾ തരാറുണ്ട്. പക്ഷേ അതിൽ മോശം അനുഭവങ്ങൾ നമുക്ക് ഒരിക്കലും താങ്ങാൻ പറ്റാത്തതും പ്രതീക്ഷിക്കാൻ പറ്റാത്തതുമായ അനുഭവങ്ങളായിരിക്കും. എവിടെയൊക്കെ നമ്മൾ സമാധാനം തേടിപ്പോയാലും അവിടെയും കാണുമല്ലേ ഒരാൾ. അതൊക്കെ ഇല്ലാണ്ടൊക്കെ എത്രയൊക്കെ സുഖമാണെന്ന് പറഞ്ഞാലും തിക്കിലും തിരക്കിലും പെട്ട് നമ്മുടെ ശരീരമാസകലം വേദന വന്ന് കഷ്ടപ്പെട്ട് നമ്മുടെ ബസ് സ്റ്റോപ്പിലേക്ക് ഒന്ന് ഇറങ്ങി കിട്ടുന്നത് വരെയുള്ള ഒരു സമയം, അതും ഒരിത്തിരി കഠിനം തന്നെ ആണല്ലേ. ബസ്സിൽ പാസ് കൊടുത്ത് കയറുന്ന കുറേ പിള്ളേരുണ്ട്. എല്ലാവരും അല്ല കേട്ടോ, അതിൽ കുറച്ച് പേർക്കെങ്കിലും ഒരിത്തിരി കനം ഉണ്ടാവാറുണ്ട്. കാരണം ഫുൾ പൈസയും കൊടുത്ത് വേണ്ടാതെ അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടു പോകുമ്പോൾ ഇടയ്ക്കൊന്ന് സീറ്റിലോട്ട് നോക്കും, എണീച്ച് തരാൻ വല്ല മൈൻഡും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ എവിടെ, അവരുടെ കനം ഉണ്ടല്ലോ, അതതുപോലെ ഇരിപ്പുണ്ടാവും അവരുടെ പക്ഷെ മറ്റൊരു സുഖം എന്താണെന്ന് വെച്ചാൽ, കുറേ സമയം നിന്ന് നമ്മൾ മടുത്ത് യാത്രകളൊക്കെ കണ്ടു പോകുമ്പോൾ പിന്നെ ഒരു സീറ്റ് കിട്ടിയാലും വലിയ മൂടുണ്ടാവാറില്ല. ബാക്കി നിന്നോളാം എന്നൊരു ആറ്റിറ്റ്യൂഡായിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ നിന്നിട്ടും യാത്ര ചെയ്യാൻ ഒരു പ്രത്യേക സുഖം തന്നെയാണ്. പക്ഷേ ഡ്രൈവർ മാമൻ ഒന്ന് നന്നായി സൂക്ഷിച്ച് ഓടിച്ചാൽ അത് കുറച്ച് ഗംഭീരമായിട്ടുണ്ടാവും. ചില പിള്ളേർ ഫോണിൽ കുത്തിയിരുന്ന് ഗെയിം കളിക്കുന്ന പോലത്തെ ഒരവസ്ഥയായിരിക്കും. എന്ന് വെച്ചാൽ അവിടെയും തട്ടി ഇവിടെയും തട്ടി, ഒന്നും പറയാൻ